അച്ഛൻ അഫയർ ഒന്നും ഉണ്ടായിരുന്നില്ല? അഫയറാ? നിന്ന് പുഴുങ്ങാതെ ഇല്ലാന്നങ്ങ് പറയടാ. എടാ നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നീ കോൺഫിഡന്റ് അല്ല, പേടിയാണ്. പേടിയാ എനിക്കാ? പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും കൂടി ചൊറിഞ്ഞു മുടക്കി. ഇപ്പൊ പെണ്ണ് കിട്ടാത്ത അവസ്ഥ വന്നപ്പം വീട്ടുകാർ ചോദിക്കാൻ നിനക്ക് ആരെങ്കിലും ഇറക്കിക്കൊണ്ടൂടെ, ആരെങ്കിലും പ്രേമിച്ചൂടെ? അപ്പൊ ഇതിപ്പോ എത്രാമത്തെ പെണ്ണുകളല്ല? ഒരു 25 വരെയൊക്കെ ഞാൻ എണ്ണാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണ്ണാറൊന്നുമില്ല. നാട്ടിലും റോട്ടിലും കോളേജിലും എവിടെ നോക്കിയാലും പെണ്ണുങ്ങളാണ്. എനിക്ക് കെട്ടാൻ മാത്രം പെണ്ണില്ല. ഇവർക്കാർക്കും കല്യാണം കഴിക്കണ്ടേ? എന്താ ചെയ്യാ? ഞാൻ ആൺകുട്ടികളുടെ ഒരു അവസ്ഥ. ആക്ച്വലി എനിക്ക് ഈ മാരേജിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. നിങ്ങൾ പെൺകുട്ടികളൊക്കെ ഇപ്പൊ എന്താ ഇങ്ങനെ? ജാതകത്തിന്റെ പ്രശ്നം കാരണം കുറെ കല്യാണം മുടങ്ങിയപ്പോ എല്ലാ ജാതകത്തിനും ചേരുന്ന ഒരു ജാതകം 2000 രൂപ കൊടുത്ത് ഉണ്ടാക്കി. എന്നിട്ട് അപ്പൊ പിന്നെ പ്രശ്നം ജോലിയായി. 2000 രൂപ കൊണ്ട് സർക്കാർ ജോലി കിട്ടില്ലല്ലോ. അങ്ങനെ അത് പഠിച്ച് പാസ്സായി ജോലിക്ക് കയറിയപ്പോ കല്യാണ മാർക്കറ്റിൽ സർക്കാർ ജോലിക്കാരന്റെ ഡിമാൻഡ് കുറഞ്ഞ് UK-കാർക്ക് ഡിമാൻഡ് കൂടി. അപ്പൊ ഇത്രയും പെണ്ണ് കണ്ടിട്ടും ഒന്നുമല്ല ശരിയായില്ല. അതെന്താന്ന് വെച്ചാലേ, ഞാൻ ആദ്യം കുറച്ച് സെലക്റ്റീവ് ആയിരുന്നു. നിറം, മുടി, കണ്ണ്. ഇപ്പൊ എനിക്കൊരു പെണ്ണായ മതി. 1 കൊല്ലം കൂടി നോക്കും. 1 കൊല്ലം കൂടെ കഴിഞ്ഞാൽ വല്ല ടെക്സ്റ്റൈൽസിലുള്ള ബൊമ്മയാണെങ്കിൽ ഞാൻ കെട്ടും. അതെന്റെ ഇപ്പത്തെ അവസ്ഥ. ചേട്ടാ എനിക്കൊന്ന്. കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പറയാന്നല്ലേ. ഇതൊക്കെ ഒരു ചടങ്ങായിട്ട് കണ്ടാൽ മതി. എനിക്കിതൊക്കെ ശീല. ഒരു 12:30 വേറൊരു പെണ്ണുകളിൽ കൂടി ഉണ്ട്. പോയിട്ട് വരെ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. എന്റെ ഗുരുജി, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. എന്റെ വിവാഹം നടക്കുമോ? ഇതിനു മുമ്പ് നിങ്ങളുടെ 2 വിവാഹാലോചനകൾ നിന്ന് പോയിട്ടുണ്ടോ? അതെ, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പേര് S-ലാണ് തുടങ്ങുന്നത്. ഇതൊക്കെ നടക്കുവോ? എടാ ചിത്തു, ഓരോ അരിമണിയിലും അത് ആര് കഴിക്കണം എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കുള്ള അരിമണി വരുന്നുണ്ട് മോനെ. ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പെണ്ണുകാണാൻ വന്നേരങ്ങളാണ്. ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഓക്കെ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല മോളെ. ഇതൊക്കെ എനിക്ക് ശീലമുള്ള കാര്യല്ലേ. ഇഷ്ടമാണെന്നാണോ പറഞ്ഞത്? എനിക്കുള്ള അരിമണി വന്നു മോനെ. അരിമണി ഇതേ പോന്ന്.